Yes, happy morning one and all. So before നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു വീഡിയോ 1.5 വ്യൂസ് സ്പീഡിൽ കാണാം. ഓക്കെ, 1.5 സ്പീഡിൽ കാണാം. ദെൻ ചെറിയൊരു കാര്യം, നമ്മൾ വീഡിയോയിലേക്ക് പോകുന്ന ഇതൊരു സ്ട്രാറ്റജി വീഡിയോ ആണ്. സോ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം. സോ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. സോ നമുക്ക് ഗ്രൂപ്പ് 2 സ്റ്റുഡൻസിന് ഞാൻ വേണ്ടിയിട്ടായിരുന്നു. സോ ഞാൻ ഗ്രൂപ്പിൽ ഞാൻ ഇടുമ്പോൾ തന്നെ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് ഫോർ ഗ്രൂപ്പ് 2 സ്റ്റുഡൻസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക്കലി പറയാൻ കാരണം, സോ ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് യുവർ ഗ്രൂപ്പ് 1 സ്റ്റുഡൻസ്. സോ ഞാനത് സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ലെങ്കിൽ ഗ്രൂപ്പ് 1 സ്റ്റുഡൻസ് എന്തായാലും അത് ഓപ്പൺ ചെയ്യും. സോ ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് യുവർ ടൈം. സോ അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക്കലി പറഞ്ഞത്. കാരണം എനിക്കറിയാം നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് ഈച്ച് സെക്കൻഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ പേഴ്സണലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താണ്, അതുകൊണ്ട് നമുക്കറിയാം. സോ അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, സോ നമുക്ക് അതിൽ അവിടെ 100 വ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വിത്തിൻ ഫ്യൂ ഹവേഴ്സ് നമുക്ക് 100 വ്യൂസ് നമുക്ക് ആ ഒരു വീഡിയോക്ക് കിട്ടിയിരുന്നു. ഇറ്റ്സ് ടു മീ ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം സോ കേൾക്കുന്നവർക്ക് 100 വ്യൂസ് എന്ന് പറയുമ്പോൾ ചെറുതാണ്, പക്ഷേ നമുക്ക് 100 പേര് നമ്മൾ കേൾക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെൻറ്റ്. ചെറിയൊരു കാര്യം, ആ 100 പേര് സബ്സ്ക്രൈബും കൂടി ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ ഡബിൾ പ്രഷർ. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഐ വിൽ ബി ഫ്രീ ഫോർ അപ്കമിങ് 10 days. കാരണം ഒരു 10 days ഞാൻ ഫ്രീ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ബണ്ടിൽ ഓഫ് വീഡിയോസ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. അതുകൊണ്ട് അത് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, ആ ഒരു അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്, സോ ആ ഒരു അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളെ ഈ ഒരു January 25 എക്സാം എഴുതുന്ന ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം. ദാറ്റ്സ് ഓൾ അബൌട്ട്. അതുകൊണ്ടൊരു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അത് നമുക്ക് ഇനിയും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ദ നെക്സ്റ്റ് നമുക്ക് ചെറിയൊരു കാര്യം പറയാം, ചെറിയൊരു ഇൻസിഡൻറ്റ് പറയാം. ഓക്കെ, സോ എ ഗേൾ, ഒരു റിയൽ ലൈഫ് എക്സാമ്പിളാണ്. റിയൽ ലൈഫ് എക്സാമ്പിൾ അല്ല, റിയൽ ലൈഫ് സ്റ്റോറിയാണ് ആക്ച്വലി ഇത്. സോ ഒരു ഗേൾ, നമുക്ക് ABC എന്ന് വിളിക്കാം. ഓക്കെ, സോ ABC. സോ അവരുടെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് May 2019 സംഭവിച്ചാണ് ആക്ച്വലി ഇത്. സോ May 2019 അവരുടെ അറ്റംപ്റ്റ് വരുന്നത്. സോ April 1st വീക്കിൽ അവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവരുടെ മെൻ്റർ അടുത്ത് പോയി പറഞ്ഞു. സോ ക്ലാസ്സസ് ഒക്കെ കംപ്ലീറ്റ് ആണ്, പക്ഷേ ഇതുവരെ പഠിച്ച് തുടങ്ങിയിട്ടില്ല. ക്ലാസ് കംപ്ലീറ്റ് ആണ്. സോ ആഫ്റ്റർ ആ മെൻ്റർ പറഞ്ഞ ഒരു സ്റ്റോറിയാണ് ആക്ച്വലി ഇത്. സോ ആഫ്റ്റർ റിസൾട്ട് ഡേ ഷീ കോൾഡ് ഹെർ മെൻ്റർ. എന്നിട്ട് പറഞ്ഞു ഐ എം CA ഫൈനലിസ്റ്റ് നൗ. ഓക്കെ, CA ഫൈനലിസ്റ്റ് നൗ എന്നാണ്. സോ മെൻ്റർ പറയുന്നത് ആക്ച്വലി അവരുടെ ആ ഒരു വിളിക്കുമ്പോൾ തന്നെ അവളുടെ ആ ഒരു വേർഡ്സ് തന്നെ അറിയാം അവരുടെ ആ ഒരു സന്തോഷം കാര്യങ്ങളും. സോ ഫസ്റ്റ് വീക്കിലാണ് അവൾ മെൻ്ററിനോട് പറഞ്ഞത്. സോ ഷീ ഹാവ് 20 days. ഓക്കെ, 20 days അവളുടെ കയ്യിലുണ്ടായിരുന്നു. സോ വാട്ട് ഷീ ഡു, എന്തായിരിക്കും അവൾ ചെയ്തിട്ടുണ്ടാവുക? ഓക്കെ, സോ അതാണ് നിങ്ങൾ ഈ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ 20 days നമുക്ക് പാസ്സാവാനുള്ള ടൈം ഉണ്ടോ എന്നൊക്കെ അതാണ് ഉദ്ദേശിക്കുന്നത്. സോ മേക്ക് ഷുവർ ആഫ്റ്റർ ഞാനൊരു സ്റ്റോറി പറയുന്നതിന് ശേഷം, സോ അവരൊരു സ്റ്റോറി ഞാൻ പറഞ്ഞ ശേഷം ഐ എം ടോക്കിംഗ് ടു two type of people. സോ വൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സോ ഡൺ സംതിങ്. സോ നമുക്ക് ഈ ഇത്രയും 3 months ഉണ്ടായിരുന്നു. 3 months എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫുൾ കംപ്ലീറ്റ് ആയില്ലെങ്കിലും എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ചിന്തയുള്ള ആൾക്കാരുണ്ടാവും. സോ അവരെ സംബന്ധിച്ച് ഇറ്റ്സ് ബൂസ്റ്റ് ദെയർ കോൺഫിഡൻസ്. ഈ ഒരു സ്റ്റോറി അവരുടെ കോൺഫിഡൻസ്. കാരണം അവൾക്ക് 20 days ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ നമ്മൾ ഇത്രയും ഡേയ്സ് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. സോ ദേ ആർ ലൈക്ക് ദാറ്റ്. സോ അവർക്ക് അവരുടെ കോൺഫിഡൻസ് അങ്ങനെ ബൂസ്റ്റ് ചെയ്യും. രണ്ടാമത്തെ പീപ്പിൾ എന്ന് വെച്ചാൽ ലൈക്ക് ABC. സോ ആ ഒരു പെൺകുട്ടിയെ പോലുള്ള ആൾക്കാരായിരിക്കും രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. സോ അവർക്ക് അവർ എക്സാം രജിസ്റ്റർ ചെയ്തു, പക്ഷെ പ്രിപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സോ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ, സോ ഈ ഒരു സ്റ്റോറി കേട്ടതിന് ശേഷം
എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു തോന്നലുണ്ടെങ്കിൽ ദാറ്റ്സ് പ്ലഷർ ടു മീ. ഓക്കെ, സോ ഇതാണ് ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. സോ നമുക്ക് പറയാം 20 days സഫീഷ്യൻറ്റ് ടു പാസ്, നമുക്ക് പാസ് ചെയ്യാൻ 20 days നമുക്ക് മതി. സോ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പ്ലാൻ. സോ പ്ലാൻ ഔട്ട് നെക്സ്റ്റ് 20 days. 20 days നിങ്ങളുടെ കയ്യിൽ ഇനി വരുന്ന അപ്കമിങ് 20 days നിങ്ങളുടെ കയ്യിലുണ്ടാകണമെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, 20 daysലേക്ക് എന്താണ് പ്ലാൻ ചെയ്തത്, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയി പോകും. സോ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ആൻഡ് 60 hours ഈച്ച് ഡേ, ഓരോ ദിവസം 16 മണിക്കൂർ പഠിക്കണം. സോ ഇറ്റ്സ് ഡിഫിക്കൾട്ടാണ് ആക്ച്വലി. പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 2 months അല്ലെങ്കിൽ 3 months നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് 7 to 8 hours നമ്മൾ ഇരുന്നാൽ മതി ഈച്ച് ഡേ. ഓക്കെ, സോ നമ്മൾ ഈ 20 daysലേക്ക് ഇരിക്കുമ്പോൾ സെയിം എഫോർട്ട് നമ്മൾ ഇടണമെങ്കിൽ സോ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഡബിൾ ടൈം നമ്മൾ ഇരിക്കണം. ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്? ദാറ്റ്സ് ഓക്കെ, അതാണ് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ്, വെയർ ടു സ്റ്റഡി, എവിടെ നിന്ന് പഠിക്കണം. ഓക്കെ, സോ ICA മെറ്റീരിയൽ. സോ ICA മെറ്റീരിയൽ, അതുപോലെ തന്നെ RTP, MTP, PYQ. അപ്പോൾ നമുക്ക് ഈ ടൈമിലേക്ക് വരുന്നൊരു ഡൗട്ടാണ്, നമ്മൾ എവിടെ നിന്ന് പഠിക്കണം. സോ കിട്ടുന്ന നമുക്കിപ്പോൾ ഓരോ നമുക്ക് സിസ്റ്റത്തിലേക്ക് നമുക്ക് കിട്ടുന്ന ഓരോ PDF എടുക്കുമ്പോൾ നമ്മൾ സ്വിച്ച് ചെയ്തുകൊണ്ട് വെക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ICA മെറ്റീരിയൽ, RTP, MTP, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇത് നോക്കിയാൽ മതി. സോ ICA മെറ്റീരിയലിനെ കുറിച്ച് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യും. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, അതും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് അടുത്തതെന്ന് വെച്ചാൽ ഡു നോട്ട് സ്റ്റഡി എനിത്തിങ് ന്യൂ. നമ്മൾ പുതിയതായിട്ടൊന്നും പഠിക്കാൻ നിൽക്കരുത്. സോ പുതിയതായിട്ട് നമ്മളൊന്നും പഠിക്കാൻ നിൽക്കരുത്. സോ വൺസ് ബ്രൂസ്ലി സെഡ്, സോ യു ഓൾ നോ ബ്രൂസ്ലി. സോ ബ്രൂസ്ലി പറഞ്ഞു വെച്ചാൽ ഐ ഹാവ് നോ ഫിയർ എ മാൻ ഹൂ practiced 1,000 kicks, then I am fearing man who mastered one kick 1,000 times. One kick 1,000 times. I am fearing, എന്നോട് പറയാം, I have no fearing a man who practiced 1,000 kicks, and I am fearing a man who mastered one kick 1,000 times. So that's ഈ ഒരു കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് റിവിഷൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവും. സോ അതായത് ഒരു കിക്ക് 1,000 times അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹി മാസ്റ്റേർഡ് ഇൻ വൺ കിക്ക്. ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്? സോ അതാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങളൊരു 7 to 80% നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, റിവൈസ് 3 times, മാക്സിമം 3 times നിങ്ങൾ എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. ഓക്കെ, സോ ബാക്കിയുള്ളത് അവിടെ നിൽക്കട്ടെ. ആൻഡ് വൺ മോർ തിങ്, സോ 1.5 days എക്സാമിൻ്റെ ഒരു 1.5 days ഉണ്ട്. സോ അന്നത്തേക്ക് നിങ്ങൾക്കൊരു ക്രിസ്പ് സമ്മറി നോട്ട്സ് ഉണ്ടായിരിക്കാം. ഓക്കെ, കയ്യിലൊരു ചെറിയൊരു സമ്മറി നോട്ട്സ് ഉണ്ടായിരിക്കാം. ആൻഡ് ലാസ്റ്റല്ല ഒരു ലീസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, സോ ഫോളോ 85-50 റൂൾസ്. 85-50 റൂൾസ് എന്ന് പറയുന്നത് ഫോളോ ചെയ്യാം. സോ എന്ന് വെച്ചാൽ സെറ്റ് 1 hour റിമൈൻഡർ, അത് നമ്മളൊരു 1 hour നമ്മൾ പഠിക്കുക. സോ 1 hour പഠിക്കുമ്പോൾ ആ പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മൾ ആ 1 hourന് ശേഷം നമ്മൾ പഠിച്ചതിൻ്റെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തുക. ഓക്കെ, അതായത് ബേസിക്കലി നമുക്ക് CA എക്സാമ്പിൾ നമുക്ക് വെച്ചാൽ സോ 85 നമുക്ക് 100% സ്റ്റുഡൻസ് എഴുതുമ്പം 85 സ്റ്റുഡൻസ് ഫെയിലാകും, ദെൻ 50 സ്റ്റുഡൻസ് പാസ്സാകും. ദാറ്റ്സ് ബേസിക്കലി ഇത് ഹാപ്പൻ ചെയ്യുന്നത് അതാണ്. സോ അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഓരോ മണിക്കൂർ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളതൊരു പോസ്റ്റ്മോർട്ടം നടത്തുക. അതായത് ഞാൻ 85-ലാണോ അല്ലെങ്കിൽ ഞാൻ 50-ലാണോ വരുന്നതെന്ന്. ആം ഐ ദ പാർട്ട് ഓഫ് 85 or 50? ഓക്കെ, സോ അതാണ് അങ്ങനെ റിമൈൻഡർ വെക്കുക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നിങ്ങളൊരു സ്ട്രെസ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു എസെൻഷ്യലായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സ്ട്രെസ്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇപ്പം 85 ഫെയിലാണെങ്കിലും 50 പാസ്സാണ്, ആരും പാസ്സാകാതെ നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഒരു സ്ട്രെസ്സ് നമുക്ക്. സോ നമ്മളിപ്പോൾ 50-ലാണെങ്കിൽ സോ നമ്മൾ സ്ട്രെസ് ഫ്രീ ആണ്. സോ അതാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ഒരു ടിപ്പ് എന്ന് പറയുന്നത് യു വേഴ്സസ് യു. ഈ ഒരു 20 days നിങ്ങൾ മാത്രം മതി. സോ നോ ഫ്രണ്ട്സ് ടോക്കിംഗ്. സോ ടു മച്ച് നമ്മൾ ഓരോരുത്തരെ വിളിച്ച് ആക്ച്വലി നമ്മളൊക്കെ ചെയ്ത സംഭവങ്ങളാണ്. നിൻ്റെ അവിടെ എത്തിയോ കഴിഞ്ഞോ,
ആ പരിപാടി വേണ്ട. സോ യു വേഴ്സസ് യു. സോ നമുക്ക് ഫോൺ നമുക്ക് മൊത്തത്തിൽ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം സോ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ചോദിക്കാനൊക്കെ നമുക്ക് ഫോൺ കയ്യിൽ വേണ്ടി വരും. സോ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ആ ഒരു അൺനെസസറി ടോക്കിങ്സ് ഒഴിവാക്കുക. സോ നിങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ റിവൈസ് ചെയ്യുക, പ്രോപ്പർലി അത് നിങ്ങൾ റിവൈസ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ആക്ച്വലി ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ടുഡേ അപ്ഡേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. സോ SML ചാപ്റ്റർ 1 റിവിഷൻ വീഡിയോ, അതുപോലെ തന്നെ FM നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ചാപ്റ്ററിൻ്റെ റിവിഷൻ, അതുപോലെ തന്നെ അഡ്വാൻസ് അക്കൗണ്ട്സിൻ്റെ സ്ട്രാറ്റജി. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, സോ മാക്സിമം ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ദാറ്റ്സ് ഓൾ സ്ട്രക്ചർ ഓഫ് ദിസ് വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.